What's up, gamers? Welcome back to Roblox. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും റോബ്ലോക്സ് ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഫേമസ് ഗെയിമുണ്ട്, പോപ്പി പ്ലേ ടൈം. അതിൻ്റെ ചാപ്റ്റർ 5 ഒരു ക്യാരക്ടർ ഉണ്ട്, ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ വന്ന് പ്രോട്ടോടൈപ്പാണ് ഗൈസ്. നമ്മളിന്ന് പ്രോട്ടോടൈപ്പിൻ്റെ പ്രസൻറ്റ് റണ്ണാണ് നമ്മളിന്ന് എസ്കേപ്പ് ആവുന്നത്. എൻ്റെ ഇപ്പം കളിക്കാനായിട്ട് അച്ഛയും കൂടെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ ആ പ്രസന്ന് എസ്കേപ്പ് ആവുന്നതാണ്. ഇപ്പോൾ പ്രോട്ടോടൈപ്പ് എങ്ങനെ നടക്കാന്ന് വെച്ചാൽ, പ്രോട്ടോടൈപ്പിങ്ങിന് നമ്മൾ ചിരിക്കരുത്. ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഇല്ലേ, മാസ്ക് ഇട്ടിട്ടാണ് ചെയ്യണത്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ സ്കെൽട്ടനാണ് സംസാരിക്കണത്. അപ്പോൾ സംസാരിക്കുമ്പോൾ ആ പ്രോട്ടോടൈപ്പ് വായ തുറക്കണില്ലല്ലോ. അത് എന്താന്ന് വെച്ചാൽ പ്രോട്ടോടൈപ്പിന് മാസ്ക് ഇട്ടില്ല വരുന്നത്. പിന്നെ എങ്ങനെ നമ്മളെ പിടിക്കാനായിട്ട് ഓടി വരിക, ഇങ്ങനെയാണ് ഓടി വരിക. പിന്നെ പിടിക്കണം, ഇങ്ങനെ പിടിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്ര അറിയാലോ, 70K. എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒന്ന് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഈസി നമ്മൾ തേർഡ് പേഴ്സൺ, അതിൽ തേർഡ് പേഴ്സൺ എവരി ടൈം നമുക്ക് തേർഡ് പേഴ്സൺ ഇഷ്ടമാണ്. ഓക്കെ അച്ഛാ, ഇത് കയറി ബാ. ഞാൻ മരുന്നടിച്ചു വീണു അമ്മ, ഞാൻ മരുന്നടിച്ചു വീണു അമ്മ. ഇത് ഗൈസ് ക്യാറ്റ്നാപ്പിന്റെ ചെയർ അങ്ങനെ വരാൻ പോകുന്നില്ല. നമുക്ക് ഇത് കൂടെ ചാടി പോവാ. ഇങ്ങനത്തെ സെറ്റപ്പ് പ്രിസൺ റണ്ണിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇത് വേറൊരു പ്രിസൺ റണ്ണ് മതി ഗൈസ്. എനിക്ക് ഫ്ലോപ്പ് ഗെയിമർ വൈറ്റ്. ഓക്കെ, ബട്ടൺ ഞെക്കി ഞാൻ. Just hold, come on, fast. എനിക്ക് സ്ക്രൂ ഡ്രൈവർ വേണം. എനിക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടി. ബാ, ആ പൊട്ടിച്ച് കൊണ്ടുവാ. ഒരു ക്ലിക്ക് പൊട്ടിച്ചാ ബാ, അടിയിലോട്ട് പോവാ. ഇനി ബാക്കിയുള്ള ലില്ലി ലബ്രൈറ്റ്സ് ഒക്കെ എവിടെയുണ്ട്? ഹഗ്ഗി വഗ്ഗി കുറേ പേരുണ്ട്. ഇതുണ്ടോ? അല്ലാണ്ട് തന്നെ പ്രസ് ചെയ്യാൻ എന്റെ ബട്ടൺ ഞാൻ നിൽക്കണേ. ഇതിന്റെ സ്പീഡ് നോക്കടാ. ഇത് വേറെ ഏതൊരു തന്നെ പിടിക്കാൻ പോണു. അയ്യേ, ഇത് അങ്ങനെ ചെയ്ത് വരില്ല. അയ്യോ, പിടിച്ചു. അങ്ങനെ പഠിക്കണേ. അച്ഛ വാച്ച മേന്റെ പുറകെ തന്നെ ഉണ്ടത്. അയ്യോ അമ്മച്ചി, ഇത് സൈസ് ഒന്നാണോ? ഇങ്ങോട്ട് ചാട്. ഞാൻ ഇവിടെ ഇവിടുത്തെ പാതാളമാണോ? ഇവിടുത്തെ പാതാളൊന്നുമില്ല എവിടോ. ഇത് ഉണ്ണി ഹാൻഡില്ലല്ലോ. ഇത് വേറെ ഇത് ഡിജിറ്റൽ ഹാൻഡ്. അതാണ് ആ ഹാൻഡ് അവിടെ ഇരിക്കണേ. ഇത് ഏത് പിയാനോ? ഹഗ്ഗി വഗ്ഗിയൊക്കെ ഇവിടെ ഉണ്ട്. ഹഗ്ഗി വഗ്ഗി സുഖല്ലേ? ഈ ബെഡ് കൂടെ ചാടി പോണം. ബി കെയർഫുൾ. ആ പോലെ
ചോദിക്കാൻ പറയാത്ത ആരുമില്ലാത്ത ശിശു. അയ്യോ അച്ഛാ പോയി, ഞാൻ ചത്തു. അച്ഛ അച്ഛ ഞാൻ എന്തിനു തള്ളിയിരുന്നു? തള്ളി വിടാൻ പറ്റൂല. ഓ ഞാൻ വേഗത്തി പോപ്പിയുടെ ഇതില്ലേ ഇവിടെ നമ്മളെ പ്രോട്ടോടൈപ്പ്. ഇത് ആദ്യം ഇവിടെ ഇവിടെ ലില്ലിയിലെ പൊളിച്ച് വേറെ ക്യാരക്ടർ ആയിട്ടുണ്ടാവോ? ഓ നമ്മുടെ ഏതോ നമ്മളെ ചമ്മിന്റെ അടുത്തൊക്കെ വന്നില്ലേ, അപ്പൊ എന്തോ ഉണ്ടായിരുന്നതാണ്. എന്തോ നമ്മളെ ഏതോ ഹാൻഡ് ഐസ് കട്ടാക്കിയിട്ട് വെച്ച് പൊട്ടിക്കില്ലേ, ആ സാധനം അതന്നെ. അത് എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അറിയാം പോപ്പി പിള്ളേരുടെ ഫോട്ടോ അവിടെ വെച്ചിരിക്കണോ? ക്ലിറ്റേഴ്സിന്റെ ഇതും വെച്ചിരിക്കണം അവിടെ. നമ്മുടെ സ്മൈലിംഗ് ക്ലിറ്റേഴ്സിന്റെ ഇത് വെച്ചിരിക്കണം. അതില് നമ്മുടെ ക്യാറ്റ്നാപ്പ് ഉണ്ട്. എനിക്ക് ലെവൽ പുള്ളി ചെയ്യാൻ പറ്റില്ല. ഞാൻ പുള്ളി പുള്ളി ഞാൻ പുള്ളി. അച്ഛ ഇവിടെ മേലെ വരണ്ട. മേലെ വേഗം വാ, അല്ലെങ്കിൽ അച്ഛൻ ലില്ലി ലബറേറ്റ് പിടിക്കും. ഇവിടെ ബാഗ് ഒക്കെയാണ് ഇതിൽ കൊണ്ടുവരുന്നത്. ബാഗ് ഒന്നുമല്ല കൊണ്ടുവരുന്നത്. ലില്ലി ലബറേറ്റ് ഇത്രയും വലുതാ. ലില്ലിയുടെ കുറച്ച് ഹൗസ് ഒക്കെ എന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ലില്ലിയുടെ ഹൗസ് ആയിരുന്നു. നമ്മളെ പോപ്പി പ്ലേറ്റിന്റെ എൻഡിങ്ങിലുള്ള സാധനമല്ലത്. ഇത് ലില്ലി ലബറേറ്ററിന്റെ ഹൗസ് ആണ്. നമ്മൾ ലാസ്റ്റ് ലില്ലി ലബറേറ്ററിനെ തോപ്പിക്കാൻ വന്ന സ്ഥലമാണത്. ഇത് കൂടെ നമ്മൾ ചാടി ചാടി പോയി ഇവിടുന്ന് നമ്മുടെ ഹാൻഡ് വെച്ച് ലില്ലി ലബറേറ്ററിനെ വീഴ്ത്തിയായിരുന്നു അങ്ങനെ വെച്ചിട്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ലില്ലി ലബറേറ്റർ തന്നെ അവിടെ തന്നെ. ലില്ലി ലബറേറ്റർ അവിടെ ഇപ്പുണ്ട്. എന്നാ മതില് പൊളിച്ചോണ്ടിരിക്കണേ. അവൾക്ക് പ്രാന്താണ്. ഇവൾക്ക് മതില് പൊളിച്ചു തരാനുള്ള ശക്തി ഉണ്ടോ അതിന്? അതാ ഞാൻ ചോദിക്കണേ. ഇവിടെ മതില് പൊളിച്ചു തരാനായിട്ടുള്ള ശക്തി കാണില്ല. കൂടെ എവിടെ നോക്കിയാലും ലില്ലി ലബറേറ്റർ എന്നെ കാണുന്നത്. അതാണ് ലില്ലി. എവിടെ നോക്കിയാലും ലില്ലിനെ എന്നെ കാണുന്നത്. നമുക്ക് ബ്രേച്ച് വിളിക്കണ്ട, നമുക്ക് ലില്ലി വിളിച്ചാൽ മതി. ലില്ലിക്കുട്ടി ഇവിടെ നിന്ന് ചാമ്പ. ഇതിങ്ങനെ ഇവിടെ വാൾവൊന്നും കാണാനില്ല. വാൾവൊന്നും വെച്ചിട്ടില്ല. അയ്യോ ഇത് എങ്ങനെ പോ ചെയ്യാനാണ്? ജമ്പ് ചെയ്ത് പോണ. അയ്യോ അങ്ങനെയെന്ന് അവിടെ തൊട്ടാണ് ജമ്പ് ചെയ്ത് പോടാ. ഓക്കെ നമ്മൾ ഫൈനൽ കൊടുത്തി. അച്ഛ ഏത് സ്റ്റേജിലാ? അച്ഛ 15-ാമത്തെ സ്റ്റേജല്ലേ. എൻ്റെ 16-ാമത്തെ സ്റ്റേജ്. ഒളിച്ചയുടെ 19 അങ്ങനെ പോയാ പോലെ. പക്ഷെ അത് വീണ ബാലൻസ് ചെയ്ത് പിടിക്കാനാണ്. അല്ലാണ്ട് എന്താ അവളുടെ പേരെന്താണ്? ഇവിടെ കേസ് എവിടെ നോക്കിയാലും ഇംഗ്ലീഷ് ലില്ലി ലബറേറ്റർ. ഹഗ്ഗി വഗ്ഗിനെ നമ്മൾ ഫൈനൽ കണ്ടു ഗൈസ്. സ്പീഡ് കൂടി. സ്പീഡ് കൂടി ഗൈസ്. സ്പീഡ് കൂടി ചന്തി വകയെ കാണിക്കണം. അച്ഛവിടെ അച്ഛത്രാമത്തെ സ്റ്റേജാ? 16-ാമത്തെ എത്തിയുള്ളൂ. അയ്യേ 16-ാമത്തെ. ഉളിക്കറി. ഞാൻ വേറെ ഏത് സ്ഥലത്തെത്തി? ഞാൻ ഡോൾ ഹൗസിലോട്ടെത്തി. ഗിബ്ലിറ്റിനെ കണ്ടു. ഗിബ്ലിറ്റ് നമ്മുടെ പുറകായിട്ട് ഓടി വരുന്നുണ്ട്. ഇത് ലില്ലി ലബറേറ്ററിന്റെ ഹൗസ് അല്ലേ? ഓ ഇത് ലില്ലി ലബറേറ്ററിന്റെ ഹൗസ് ആണ്. എടാ അവിടെ പോവാ സ്ഥലം താടാ. പ്രേമ അവിടെ പോവാ സ്ഥലം താടാ. ഡസ്കി എന്താണ്?
പേര് വന്നു അച്ചൂടെ. അച്ഛ എത്രാമത്തെ സ്റ്റേജ്? അച്ഛ 16ാമത്തെ സ്റ്റേജ് എത്തിയിട്ടുള്ളൂ. എടാ ഹഗ് വഗയും ഗിബ്ലിച്ചും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ പിന്നെ ഓഫ് ചെയ്യാം. ആ പൈപ്പ് ഓഫ് ചെയ്യണ്ട, അതങ്ങ് ജമ്പ് ചെയ്ത് പോയാൽ മതി. ഇതങ്ങനെയാണ്, ഇത് ഈസിയാ. ഇത്രക്ക് ഈസിയാകൂ, കുറച്ചും കൂടെ ഹാർഡാക്കട്ടെ. ജമ്പ് ചെയ്ത് പോണം. അത് ഓഫ് ഒന്നും വേണ്ട, ഓഫ് ചെയ്ത് സുഖമായിട്ട് പോവാം. അതാണിത്, വെറുതെ കഷ്ടപ്പെടുത്തണ്ടല്ലോ പറഞ്ഞിട്ടാണ്. കണ്ടോ ഇവിടെ ഇത് സൂക്ഷിച്ചു കിടക്കണം. ഇത് നമുക്ക് സൂക്ഷിച്ചു കിടക്കാനുള്ളതാ, ഇത് നമുക്ക് സൂക്ഷിച്ചു കിടക്കണം. ഓ ഇവിടെ സൂക്ഷിച്ചു കിടക്കണ. എന്ത് ചെയ്യണോ? അയ്യോ എന്ത് വേണം? എടോ ഇത് പ്രോട്ടോടൈപ്പിനെ എവിടെ നിൽക്കലും കാണുന്നുണ്ടോ? എടോ ഒരാൾ ഗിബ്ലിക്കിനെ ഇവിടെ തൂക്കിയിട്ടിരിക്കണം ഷോൾഡറിൽ. എന്തിനാ? എടാ ഈസി, ഞാൻ ഫൈനൽ ബോസിന്റെ അവിടെ എത്തിയിട്ടാ. ഹഗ്ഗി ബഗ്ഗിയാണ്, ഹഗ്ഗി ബഗ്ഗിയ ബോസ്. നമ്മുടെ പ്ലേ ടൈം ഫാക്ടറി, നമ്മുടെ പ്ലേ ടൈം ഫാക്ടറി ആടാ. ഞാൻ പ്ലേ ടൈം ഫാക്ടറി കണ്ടു. അച്ഛനോട് പ്ലേ ടൈം ഫാക്ടറി, ഇത് പ്ലേ ടൈം ഫാക്ടറിയാണ്. നമ്മള് എങ്ങനെയാണ് 5 വഴി എത്തിയെന്ന് വെച്ചാൽ പ്ലേ ടൈം ഫാക്ടറിന്ന് താഴെ ഭൂമിയുടെ എർത്തിന്റെ താഴെ ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ നേരെ ചാപ്റ്റർ 0 എത്തി. 0 ഹഗ്ഗിനെ കൊന്നപ്പോഴേ ഞാൻ തിരിച്ചു പോയാ. ഇനി ഞാൻ അങ്ങോട്ടാ പോണ്ട്? ഞാൻ പ്ലേ ടൈം ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോണോ അതോ പുറത്ത് പോണോ? ഞാൻ ഉള്ളിലേക്കൊന്നും പോണ്ടേ. ഞാൻ പ്ലേ ടൈം ഫാക്ടറിയുടെ ഉള്ളില്. ഇത് പ്ലേ ടൈം ഫാക്ടറി ആണോ? ഇത് പ്ലേ ടൈം അല്ല. ഓ നീ ഫൈനലി വന്നിട്ടുണ്ട്. ഡൂം സ്കൈ അപ്പൊ നിനക്ക് ഇനി എന്തായാലും ഇപ്പൊ തന്നെ കൗണ്ട് ഔട്ട് ചെയ്യാ. 3, 2, 1 go. അച്ഛൻ വെയിറ്റ് ചെയ്യാണ്ട് ഞാൻ ഓടിപ്പോയില്ലേ. അച്ഛൻ പാവാടെ 16 അതിൽ നിൽക്കണം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീട് നമ്മളിവിടെ വൈൻഡ് പേര് പീസ റെഡി ആയി നിൽക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് ഞാൻ ഞങ്ങൾ 60-70 ഗെയിം കളിച്ചിട്ട് വേണം എനിക്കിനി ബാക്കി ഭക്ഷണം കഴിക്കാൻ. അപ്പം എന്തായാലും